Welcome to a brand new episode of Ebro Diaries. Today we have Dr. Mubarak. He is graduated from Bashki State University, Russia. Dr. Mubarak, Yes. റഷ്യയിലെ MBBS ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ജേർണി എന്ന് ചോദിക്കുമ്പോൾ എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. ഫസ്റ്റ് ഇയർ ഒരു 2 to 3 months ഉള്ള ഒരു ലാംഗ്വേജ് ബാരിയർ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കി എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി സ്മൂത്ത്. ഓക്കെ. MBBS എന്നൊരു സ്വപ്നം ചെറുപ്പം തൊട്ടുണ്ടായിരുന്നോ? ആക്ച്വലി അങ്ങനെ ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് ഐ വാസ് പ്ലാനിങ് ഫോർ ഗോയിങ് ടു എഞ്ചിനീയറിങ്. അതും വെൻ ഐ വാസ് ഇൻ 10th or 11th ആയ സമയത്ത് ബയോടെക്കിലോട്ടാണ് താല്പര്യം. പിന്നെ ഒരു ലേറ്റർ സ്റ്റേജ് 12th കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാരൻസാണ് പറഞ്ഞത് ബെറ്റർ MBBS ആണ്. ബിക്കോസ് ബയോടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് 2014-15 സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ ബഡ്ഡിങ് കോഴ്സ്. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് ദെയർ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ് ഗ്രോത്ത്. ബട്ട് നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദെയർ ജേർണി, ദെയർ ലൈഫ്, എനിവെയർ ഇൻ ദ വേൾഡ്, എനിവെയർ ഇൻ ദ ലൈക്ക് യൂണിവേഴ്സ് എന്ന് പറയാം, ഇറ്റ്സ് ദ സെയിം. ഓക്കെ. റഷ്യ എന്നൊരു ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ഇന്ത്യയിലെ MBBS അഡ്മിഷൻസിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആക്ച്വലി യെസ്, ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2015 അപ്ലൈഡ് ഫോർ AAPMT. എക്സാം എഴുതിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ലൈക്ക് സ്റ്റഡി അത്രയ്ക്കും കറക്റ്റായിട്ടില്ലെന്ന് ജസ്റ്റ് വെൻ ഫോർ ക്രാഷ് കോഴ്സ് പോയായിരുന്നു ഒരു 30 days. ആഫ്റ്റർ ദാറ്റ് AAPMT എഴുതി. ദെൻ ലൈക്ക് ഇല്ല, സ്കോർ ഒരു 270 റേഞ്ചിൽ വന്നു. സോ ലൈക്ക് റിലേറ്റീവ്സും പാരൻസും എല്ലാം ദേ സെഡ് ലൈക്ക് ഗോ ഫോർ എ റിപ്പീറ്റ്, ഒരു 1 year കൂടി എടുത്തെന്ന് പറഞ്ഞു. സോ ഐ വെൻറ്റ്. സബ്സിക്വൻറ്റ് ഇയറിൽ നീറ്റ് എഴുതി. നീറ്റ് ആദ്യമായിട്ട് റിപ്പീറ്റ് പോയിരുന്നു. അതിനുശേഷമാണ് നീറ്റ് വന്നത് 2016. അപ്പം ലീഗലായി മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യ നീറ്റ് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയതിന് ശേഷവും ലൈക്ക് റിസൾട്ട് വന്നു. സ്റ്റിൽ ദ സെയിം, ലൈക്ക് ഒരു 300 റേഞ്ച് കിട്ടിയതേ ഉള്ളൂ ആ സമയത്ത്. കാരണം എബ്രോഡ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് കൺട്രീസിൽ MBBS കോഴ്സസ് ഉണ്ട്. അതുണ്ട്. റഷ്യ എന്നുള്ള കൺട്രിയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടത്? ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട് സൗദിയിലായിരുന്നു എൻ്റെ സ്കൂളിംഗ് എല്ലാം. അപ്പം അവിടെ നിന്നുള്ള സ്റ്റുഡൻസും നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും മോസ്റ്റ്ലി പോയത് യുക്രൈനിലായിരുന്നു. പിന്നെ ചിലവർ പോയത് ജോർജിയയിലായിരുന്നു. അപ്പം ആ സമയത്ത് 2015 തന്നെ എന്നെ വിളിച്ചായിരുന്നു, ജോയിൻ ചെയ്യും, വി ക്യാൻ ഗോ ടുഗദർ, നമ്മളെല്ലാം ഒരുമിച്ച് കാണും. ബട്ട് പോകാൻ പറ്റില്ല, ആ സമയത്ത് ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിരുന്നു. പിന്നെ ലേറ്റർ ഇയർ ഉമ്മയുടെ ഡിസിഷൻ ആയിരുന്നു. പാരന്റ്സിന്റെ സെലക്ഷൻ ആയിരുന്നു MBBS എന്നുള്ളത് എബ്രോഡ് എന്നുള്ള ഓപ്ഷൻ. യെസ്, അത് റഷ്യ അവർ തന്നെയാണ് ചൂസ് ചെയ്തത്. ലൈക്ക് മേജർലി ലൈക്ക് ബീങ് NRI സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഡാഡ് വാസ് സ്റ്റിൽ ഇൻ സൗദി അറേബ്യ. ഉമ്മച്ചി മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയാണ് പറഞ്ഞത് സോ ആൻഡ് സോ ഇസ് ദെയർ, റഷ്യയിൽ പൊക്കി വന്നു. ഇപ്പോൾ നോർമലി നമ്മൾ സ്റ്റുഡൻസിന് പാരൻസ് എബ്രോഡേക്ക് അയക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അറിയാത്തൊരു കൺട്രി, എന്തിനിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക സ്റ്റേറ്റിന് അപ്പുറത്തേക്ക് വിടുമ്പോൾ പോലും ടെൻഷനാണ്. അപ്പോൾ ഒരു കൺട്രിയിലേക്ക് വേറൊരു രാജ്യത്തേക്ക് തന്നെ പഠിക്കാൻ വിടുന്ന സമയത്ത് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പാരൻസിന്? ഇല്ല, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത്ര ഒരു എന്താണ് ഒരു അങ്ങനത്തെ ഒരു ചോദ്യം ആക്ച്വലി എൻ്റെ ഉമ്മ ഷീ ഡിഡ്ന്റ് തോട്ട്. ദി തിങ് വാസ് ലൈക്ക് ഞാൻ കൊച്ചോട്ടെ ലൈക്ക് ഐ യൂസ് ടു ട്രാവൽ അലോൺ, സ്റ്റേ അവേ ഫ്രം ഹോം. അപ്പം അങ്ങനെ ഒരു ഹോം സിക്നെസ് തന്നെ സംഭവമില്ല. ബട്ട് ദ സെക്കൻഡ് തിങ് വാസ് ലൈക്ക് സേഫ്റ്റിയും കാര്യങ്ങളും മാത്രമായിരുന്നു നോക്കിയത്. എങ്ങനെയാണ് പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ലൈക്ക് ദർ വാസ് 3 to 4 people വിത്ത് മീ ടു ട്രാവൽ. സോ ദേ വെർ ലൈക്ക് ഓക്കെ ഉണ്ടല്ലോ, ഹി വിൽ മാനേജ്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ റഷ്യയിലേക്ക് ട്രാവൽ ചെയ്തു. അവിടെ എത്തിപ്പെടുന്ന സമയത്ത് റഷ്യ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു കൺട്രിയാണ്, ലാംഗ്വേജസ് വേറെയാണ്. അതെ, നമുക്ക് ആ റഷ്യൻ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്ത്? ഉണ്ടായിരുന്നു. ആക്ച്വലി റഷ്യയിലത്തെ ഫുൾ പോപ്പുലേഷനിൽ ഒരു 3 to 5% പീപ്പിൾ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. അതും ഒരു നോർമൽ ഇംഗ്ലീഷ് അല്ല. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഒരു 3 to 4 months വരെ സത്യത്തിൽ ബുദ്ധിമുട്ടി ഏറെക്കുറെ. എന്നാൽ നമ്മളെ ഡെയിലി നീഡ്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും അത് എങ്ങനെയൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ എടുക്കാനും ഉള്ള കാര്യത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ MBBS ജേർണി, അതായത് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ റഷ്യൻ ലാംഗ്വേജിലാണോ അതോ ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇല്ല, റഷ്യൻ നമ്മുടെ ലാംഗ്വേജ് മൊത്തം സ്റ്റഡി അക്കാഡമിക്സ് മൊത്തം ഇംഗ്ലീഷിലായിരുന്നു. ഈവൻ ലെക്ചേഴ്സ് ആവട്ടെ, പ്രാക്ടിക്കൽ ക്ലാസ് ആവട്ടെ. ബട്ട് ലേറ്റർ ഓൺ റഷ്യൻ ലാംഗ്വേജ് വാസ് എ സബ്ജക്ട്. റഷ്യൻ ലാംഗ്വേജ് ഈസ് എ സബ്ജക്ട് ടിൽ 5th year വരെ ഞങ്ങൾക്ക് ആ സബ്ജക്ട് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് റഷ്യൻ ലാംഗ്വേജ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ലൈക്ക് വിത്തിൻ ലൈക്ക് ഒരു ഏത് സ്റ്റുഡൻറ്റ് പോയാലും, ഇപ്പം എൻ്റെ ജേണി ആവല്ല, വേറെ ആര് പോയാലും ഒരു 2 years കൊണ്ട് ഹി ഓർ ഷീ ക്യാൻ ലേൺ, പഠിക്കാൻ പറ്റും ലാംഗ്വേജ്. റഷ്യ എന്ന് പറഞ്ഞ കൺട്രി നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് സേഫ് ആണ് അപ്പോൾ അല്ലേ?
സേഫാണ്. റഷ്യ നമ്മൾ വേറൊരു രീതിക്ക് നോക്കുമ്പോൾ പൊളിറ്റിക്കലി സ്ട്രോങ് കൺട്രിയാണ്. അപ്പം എന്താണ് ദെയർ വോണ്ട് ബി എനി ഇഷ്യൂസ്. അതിന് ലേറ്റർ സ്റ്റേജ് ആവട്ടെ, ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന വേറും കാര്യങ്ങൾ റിലേറ്റഡ് ആവട്ടെ, ഇറ്റ്സ് ടു സേഫ്. ലൈക്ക് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ക്രിമിനൽ ആക്ടിവിറ്റി സ്റ്റഫ്, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ. കൺട്രിയുടെ ക്ലൈമറ്റ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്? ആക്ച്വലി ക്ലൈമറ്റ് നോക്കിയാൽ യെസ്, ഫസ്റ്റ് ടൈമേഴ്സിന് അതൊരു പ്രശ്നമാണ്. ബിക്കോസ് ഇഫ് ദേ ആർ ഗോയിങ്, ഞാൻ പോയ സമയത്ത് തന്നെ ഒക്ടോബർ ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഒരു -30 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇല്ലാത്ത സംഭവം. NRI സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഞാൻ സൗദിയിലായിരുന്നു. ഇറ്റ് വാസ് +40 +35 ഇതായിരുന്നു അവിടുത്തെ. ഇത് നേരെ ഓപ്പോസിറ്റ്, ആ ഒരു റൂട്ടിലോട്ട് പോയി. അപ്പം അതായിരുന്നു. അപ്പം ക്ലൈമറ്റ് വൈസ് അത് അഡാപ്റ്റ് ചെയ്യും, അഡാപ്റ്റബിൾ ക്ലൈമറ്റ് ആണ്, ഓക്കെയാണ്. യൂണിവേഴ്സിറ്റി എങ്ങനെയായിരുന്നു? നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? യൂണിവേഴ്സിറ്റി വൈസ് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഐ ഡിഡ്ന്റ് സെർച്ച് അബൌട്ട്, ബിക്കോസ് ഞങ്ങൾ പോകുന്ന ഏജൻസി അല്ലെങ്കിൽ അഥവാ കൺസൾട്ടൻസി അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദേ സെഡ് ലൈക്ക് യു ആർ ഗോയിങ് ടു ബഷ്കിറിലല്ല ആദ്യം എനിക്ക് അലോട്ട്മെൻറ്റ് ആയത്, ഒരു നോവോബിസ്ക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞതാണ്, NSMU എന്ന് പറഞ്ഞിട്ട്. അപ്പം ആക്ച്വലി അവിടെ അഡ്മിഷൻ ക്ലോസ് ആയി. അപ്പോൾ അത് കാരണം അവിടെ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചായിരുന്നു ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. ഐ കോൺടാക്റ്റഡ് ഫ്യൂ പീപ്പിൾ ഫ്രം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എങ്ങനെയുണ്ട് സിറ്റുവേഷൻ അവിടെ എന്നൊക്കെ ചോദിച്ചു. ബട്ട് ലേറ്റർ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ്. അപ്പം ബഷ്കിറിൽ പോയപ്പോൾ അവിടെ ചെന്ന് ആദ്യമായിട്ട് സ്റ്റുഡൻസിനെ സീനിയേഴ്സിനെ കണ്ടപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. ഇപ്പം നമ്മൾ നോർമലി അബ്രോഡൊക്കെ പഠിക്കാൻ ഫസ്റ്റ് അല്ലെങ്കിൽ അടിച്ചുപൊളി ലൈഫ്, ആ ഒരു സെറ്റപ്പ് അവിടെ അവൈലബിൾ ആണോ? യങ്സ്റ്റേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് റഷ്യയിൽ. ഇപ്പം ഞാൻ പർട്ടിക്കുലർലി നിന്ന സ്ഥലം ബഷ്കൊർത്തുസ്ഥാൻ, ഇറ്റ്സ് ലൈക്ക് മുസ്ലിം ഡോമിനൻ്റ് ഏരിയ ആണ്. അപ്പം അതിൻ്റെ അകത്ത് സൈറ്റ് സീയിങ് പ്ലേസസ് എന്ന് പറയുമ്പോൾ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ സ്പേസേ ഉള്ളൂ അത്ര. പിന്നെ ഇഫ് വി ക്യാൻ ട്രാവൽ ലൈക്ക് ദാറ്റ് പ്ലേസ് ടു അനദർ പ്ലേസ് പറ്റുമെങ്കിൽ ദെൻ വി ക്യാൻ ട്രാവൽ ടു മോസ്കോ, സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. പിന്നെ അവിടെ നമ്മുടെ ബീച്ച് സൈഡ് പോലത്തെ സ്ഥലങ്ങളുണ്ട്, സോച്ചി, ഹൈ റേഞ്ചസ് ഉണ്ട്, ദർ ആർ. അപ്പം ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് അടിച്ചു പൊളിക്കാം, അതൊക്കെ ഓക്കെ. അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്? യൂണിവേഴ്സിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽസും കാര്യങ്ങളായിരുന്നു? ആക്ച്വലി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലി അക്കോമഡേഷൻ. ഫുഡ് നമുക്ക് എല്ലാവർക്കും ലൈക്ക് ഇൻഡിവിജ്വൽ ആയിരുന്നു. ഞങ്ങളൊക്കെ പോയപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ കുക്ക് ചെയ്ത് തുടങ്ങി, സെൽഫായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങി. ഇന്ത്യൻ ഫുഡ്സ് ഒന്നും അവൈലബിൾ? ഇന്ത്യൻ ഫുഡ് ആക്ച്വലി ഞങ്ങളവിടെ ചെന്ന സമയത്ത് ദർ വേർ ലൈക്ക് ഓൺലി ഞങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റിൽ, വി ക്യാൻ സേ ഇറ്റ് ഡിസ്ട്രിക്ട്, ആ ഡിസ്ട്രിക്ട് അഥവാ ടൗണിൽ ദർ വാസ് ഓൺലി 1 റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതും ഒരു നോട്ട് ഇന്ത്യൻ, ഏഷ്യൻ കുഷൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്, ദോസ് പീപ്പിൾ വേർ പ്ലാനിങ് ഔട്ട് ദാറ്റ്. ഇല്ലായിരുന്നു ആക്ച്വലി ആ സമയത്ത്. ഓക്കെ. ഇപ്പം നോർമലി എബ്രോഡേക്ക് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് എബ്രോഡേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പാരൻസ് പറഞ്ഞാൽ അയ്യോ എബ്രോഡാണ്, ബഡ്ജറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നാണ് പറയണത്. ആ ഒരു കൺസെപ്റ്റിൽ റഷ്യ എന്നുള്ള കൺട്രി എത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്? ആക്ച്വലി റഷ്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി ഇറ്റ്സ് ലൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു എന്താണ് മിഡ് റേഞ്ച് ബഡ്ജറ്റ് വെക്കുന്നവർക്ക് ലെറ്റ് ഇറ്റ് ബി സേ 35 ആണ് മാക്സിമം ദേ ക്യാൻ സ്പെൻഡ്. 35 lakhs like entire 6 years everything in like including your food and accommodation എല്ലാം കൂടി ചേർത്തിട്ട്. ബട്ട് അതിപ്പം മന്ത്ലി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് കൂടുതലുള്ളൊരു കുട്ടിയോ എന്താണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഹയർ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ വി സ്പെൻഡ്. ലൈക്ക് എൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് വന്നതിന് ശേഷം ഐ ജസ്റ്റ് ടാലിഡ്, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു 32 വരെ പോയായിരുന്നു, 32 lakhs. അപ്പം ഞാൻ പറഞ്ഞ 35 എന്ന് പറഞ്ഞാലൊരു ബെറ്റർ ആയിട്ട് എക്സ്പെൻസ് എല്ലാം നല്ല രീതിക്ക് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് ഈസി കമ്പയർ ടു. അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷൻസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞങ്ങൾക്ക് ഫസ്റ്റ് സമ്മർ പ്രാക്ടീസ് മുതൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ തീർന്നതിന് ശേഷമുള്ള സമ്മർ ബ്രേക്കിന് ഒരു 1 month സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് തുടങ്ങിയായിരുന്നു. അതെന്ന് പറയുമ്പോൾ ദേ ടേക്ക് യു ഫോർ ലൈക്ക് വാച്ചിങ് ദ ലൈവ് ഓപ്പറേഷൻസ് അഥവാ ലൈക്ക് ടു അസിസ്റ്റ് എ പേഷ്യൻറ്റ്. ഇതൊക്കെയായിരുന്നു മെയിൻലി ഫസ്റ്റ് ഇയർ മുതൽ. പിന്നെ നമ്മൾ ഇയർ വൈസ് കൂടിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ റഷ്യൻ ലാംഗ്വേജ് എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ആവുന്നത് അതനുസരിച്ച് ലൈക്ക് വി യൂസ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ മെനി സ്റ്റഫ്. സ്വിച്ച് നമുക്ക് സർജറി റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പോയിട്ട് വി ക്യാൻ ലേൺ തിങ്സ് ലൈക്ക് സ്വിച്ചറിങ്സ് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഓരോ എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഈ സർജറീസ് കാണാം. അതിന് ഏത് തരത്തിലാവട്ടെ, അത് ഇനി റോബോട്ടിക്സ് ആവട്ടെ അതോ നമ്മൾ ലൈക്ക് ഡോക്ടേഴ്സ് സ്റ്റിച്ച് ചെയ്തോ അതോ ഡൈസെക്ട് ചെയ്തോ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ശരി. ഓക്കെ. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ NMCൻ്റെ റൂൾസൊക്കെ പ്രകാരം എന്താ പറയുക 4 വർഷത്തെ കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അതെ.
ആ ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നോ? ഇന്റേൺഷിപ്പ് അവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്റേൺഷിപ്പ് ഈസ് കൺസിഡർ ആസ് എവറി സമ്മർ പ്രാക്ടീസ് ആണ് ഇന്റേൺഷിപ്പ് ആണ് കൺസിഡർ ചെയ്ത് തരുന്നത്. ഓക്കെ, അതെല്ലാം ടാലി ചെയ്ത് ഒരു വർഷം ആക്കിയിട്ടാണ് അവർ തരുന്നത്. പിന്നെ ലാസ്റ്റ് 1 ഇയറിൽ 6th ഇയർ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പോലും വി വോണ്ട് ബി ഹാവിങ് ഇൻ ദ കോളേജ് ക്യാമ്പസ്. എവറിഥിങ് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. Because everything is hospital related subject like medicine, surgery related subject etc. ഇതെല്ലാം അവിടെ ഇൻസൈഡ് ദ ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സിൻ്റെ രണ്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ 3 ഡോക്ടേഴ്സൊക്കെ കാണും ഒറ്റ സമയത്ത് ഒരു ക്ലാസ്സിൽ. 15 പേരുള്ള ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു 3 ഡോക്ടേഴ്സെങ്കിലും കാണും. ദേ വിൽ ടേക്ക് us to different patients. അവരെ കൂടെ ആയിരിക്കും നമ്മൾ എൻറ്റയർ ഡേ. നമ്മൾ 6 to 4 hours സെഷൻ അവരുടെ കൂടെയാണ്. ഓക്കെ, ഇപ്പോൾ റഷ്യയിലേക്ക് BBS പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടാവും. അവർക്ക് മുബാറക്ക് നൽകാൻ ഒരു നിർദ്ദേശം എന്തായിരിക്കും? ആക്ച്വലി എല്ലായിടത്തും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് റഷ്യ ഈസ് എ ഗുഡ് കൺട്രി, എവറിത്തിങ് ഈസ് ബെസ്റ്റ് ദെയർ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. ബട്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. വി നീഡ് ടു സെറ്റ് ബൗണ്ടറീസ് ഫോർ എവറി ലൈക്ക് നമ്മുടെ അടിച്ചുപൊളി എന്നുള്ള കാര്യം ഒരു ബൗണ്ടറി വെക്കണം. ബിക്കോസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഓക്കെയാണ്. ബട്ട് 3rd ഇയർ 4th ഇയർ 5th ഇയർ 6th ഇയർ വെൻ യു ഗോ, ആ ടൈമിൽ യു ഷുഡ് ബി ഇൻവോൾവ് ഇൻ അക്കാഡമിക്സ് മോസ്റ്റ്ലി. പിന്നെ ലൈക്ക് വൈസ് എവറിത്തിങ് ഈസ് സേഫ് ഓവർ ദെയർ. ഡോണ്ട് തിങ്ക് ദാറ്റ് ബിക്കോസ് ആ വാർ നടന്നതിന് ശേഷം ദെയർ ആർ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്, അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ആ വാറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇനി കോവിഡിൻ്റെ സമയത്ത് ആയതിൽ ഇറ്റ് വാസ് ടു സേഫ് റിയലി. യൂണിവേഴ്സിറ്റി വാസ് ടു വിത്ത് us. Almost every faculties were with us. They used to contact us each and every week. So safety wise everything is best over there. Even for a like female student or girl student ആയാലും ശരി, I suggest that. ഓക്കെ, NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. അതൊക്കെ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ പാലിക്കുന്നുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ റഷ്യൻ യൂണിവേഴ്സിറ്റിയും പാലിക്കുന്നുണ്ട്. നമ്മുടെ NMC ഈച്ച് ആൻഡ് എവറി 5 years അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി യെസ് ഇറ്റ് വാസ് അപ്രൂവ്ഡ് അറ്റ് ദാറ്റ് ടൈം. ദെയർ വാസ് സം ഇഷ്യൂസ് റിഗാർഡിങ് സ്റ്റാൻഡേർഡ് കീപ്പിംഗ് എല്ലാം. സോ ദേ യൂസ് ടു റെക്ടിഫൈ എവറി 2 to 3 years. ഓരോ ബാച്ച് തീരുമ്പോഴും ദേ യൂസ് ടു റെക്ടിഫൈ തിങ്സ്. Thank you, Dr. Mubarak, for sharing your valuable experiences with us. This is Suraj signing out from Abroad Diaries.